PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് 9ാം ക്ലാസ് ആയിട്ട് ഹിന്ദിയാണ് എടുക്കുന്നത്. നമ്മുടെ യൂണിറ്റ് 2ലെ രണ്ടാമത്തെ പാഠമാണ് ഗാന്ധിജി കൈസേ ബനെ. സ്വയം പ്രകാശ് എഴുതിയ ഇതൊരു ലേഖനമാണ്. ഈ ലേഖനത്തിൽ കൂടെ ഗാന്ധിജിയുടെ ജീവചരിത്രത്തിലെ ഭാഗങ്ങൾ എന്നുവെച്ചാൽ ഗാന്ധിജിയുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായി, എങ്ങനെ ഗാന്ധിജി സിംപ്ലിസിറ്റി സാധികയായ ജീവിതത്തെ ലക്ഷ്യമാക്കി മാറ്റി, എങ്ങനെയാണ് ഗാന്ധിജിയുടെ ജീവിതം നമുക്ക് മാതൃകയാക്കി തന്നത്. ഗാന്ധിജിയുടെ കഥൻ എന്തായിരുന്നു നമ്മൾ പറഞ്ഞല്ലേ, മേരാ ജീവൻ ഹി മേരാ സന്ദേശം എന്നു. ആ സന്ദേശം നമുക്ക് തരുന്ന സന്ദേശം ഗാന്ധിജിയുടെ ജീവിതമാണെന്നു. ആ ജീവിതം എന്താണ്, ആ സന്ദേശം എന്താണ്, അതാണ് നമുക്ക് ഇവിടെ പറഞ്ഞ് തരുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗാന്ധിജിയുടെ തുടക്കം പറഞ്ഞു അല്ലെ. ഗാന്ധിജി എങ്ങനെയായിരുന്നു ഒരു സ്കൂൾ കുട്ടിയായിട്ട് നല്ല ഫസ്റ്റ് ആവുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിരുന്നില്ല പഠിത്തത്തിന്റെ കാര്യത്തിൽ കേട്ടോ. കാരണം 34 പേരിലെ 32ാമത്തെ ആയിരുന്നു. 34 ബച്ചോं से 32वें സ്ഥാനായിരുന്നു ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അല്ലെ നമ്മള്. പിന്നെ ഗാന്ധിജിക്ക് 0 വരെ കിട്ടിയിട്ടുണ്ട് സബ്ജക്ട്. അപ്പൊ അത്രയും പഠിക്കാൻ നല്ല മിടുക്കനായിട്ടുള്ള ഫസ്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയൊന്നും ആയിരുന്നില്ല ഗാന്ധിജി. പക്ഷെ ഗാന്ധിജി പറയാണ് അങ്ങനെയൊക്കെ ആയാലും ഗാന്ധിജി പഠിച്ചു. ഗാന്ധിജി പഠിച്ച് ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് ജോലിക്ക് പുറത്തേക്ക് ഇങ്ങനെ വിദേശത്തേക്കൊക്കെ പോയി നന്നായിട്ട് പഠിച്ച് പിന്നീട് പഠിച്ച ആ വ്യക്തിയായിരുന്നു. ഇംഗ്ലണ്ട് പഠനേ ഗയേതോ, ഇംഗ്ലണ്ടിലേക്കാണ് ഉപരിപഠനത്തിന് മഹാത്മാഗാന്ധി പോയത്. ഇംഗ്ലണ്ട് പഠനേ ഗയേതോ ഉൻകെ ലിയേ ഖൂബ് സാരേ കപ്പടേ സിൽവായേ ഗയേ. സാധാരണ നിങ്ങളുടെ വീട്ടില് ഇപ്പൊ ചേട്ടന്മാര് ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ അറിയാം അല്ലെ, ഹോസ്റ്റലിലേക്ക് നിൽക്കാൻ പോവാ, കണ്ടിട്ടുണ്ടോ അല്ലെ. ഹോസ്റ്റലിൽ നിൽക്കാൻ പോവാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വിദേശത്തേക്ക് പഠിക്കാൻ പോവാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ വീട്ടിലുള്ള ഒരുക്കം? സാധാരണ അവർ വീട്ടിലെന്ന ഡ്രസ്സൊക്കെയാണോ കൊണ്ടുപോവാ? കുറെ നല്ല ഡ്രസ്സുകളൊക്കെ എടുക്കും അല്ലെ, അവർക്ക് അവിടെ ഹോസ്റ്റലിൽ ഇടാൻ അല്ലെങ്കിൽ അവിടെ കോളേജിൽ ഇടാൻ. അങ്ങനെ പറഞ്ഞ കുറെ ഡ്രസ്സുകള് കുറെ സാധനങ്ങളൊക്കെ അവർക്ക് വാങ്ങിച്ചു പാക്ക് ചെയ്ത് കൊടുത്തുവിടും. ഇതുപോലെ തന്നെയായിരുന്നു ഗാന്ധിജി. ഗാന്ധിജി പറയാണ്, ഇപ്പോഴത്തെ ഗാന്ധിജി ആ എളിമയുള്ള ലാളിത്യമുള്ള ഗാന്ധിജി അല്ലായിരുന്നു അന്ന്. ഗാന്ധിജി പറയാണ്, പഠിക്കാൻ പോകുന്ന സമയത്ത് വിദേശത്തേക്ക് ഇംഗ്ലണ്ടിലേക്ക് പോയപ്പോ ഗാന്ധിജിയും എന്ത് ചെയ്തിരുന്നു? ഖൂബ് സാരേ കപ്പടേ, കുറെ വസ്ത്രങ്ങൾ കുറെ ഡ്രസ്സുകളൊക്കെ സിൽവായി ഗയി, സിൽവാന തയ്പ്പിക്കുക, കുറെ ഡ്രസ്സ് തയ്പ്പിച്ചു. പുതിയ പുതിയ കുറെ ഡ്രസ്സുകൾ എടുക്കും, ആ ഡ്രസ്സൊക്കെ തയ്പ്പിച്ചൊക്കെ കൊണ്ടുപോകും അല്ലെ. അങ്ങനെ തന്നെയായിരുന്നു ഗാന്ധിജി ചെയ്തതെന്ന്. ദക്ഷിണാഫ്രിക്കയിൽ ഇനി അത് കഴിഞ്ഞ് ജോലിക്ക് പോയതാണ് ദക്ഷിണാഫ്രിക്കയിൽ അല്ലെ. അപ്പൊ ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോയപ്പോഴും ഗാന്ധിജി മാറിയിട്ടില്ല. നമ്മൾ പറഞ്ഞു ഇന്നത്തെ ഗാന്ധിജിയിലേക്ക്, ഇന്നത്തെ നമ്മുടെ മനസ്സിലുള്ള ഗാന്ധിജിയിലേക്ക് മാറിയത് ധീരെ ധീരെയാണ്. സാവകാശം മാറി വന്നത്. പക്ഷെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഗാന്ധിജി മാറിയോ? ഇല്ല. അത് കഴിഞ്ഞ് ഇംഗ്ലണ്ടിലേക്ക് പോയി, ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോയി, വിദേശത്തേക്ക് ഉപരിപഠനത്തിൽ പോയി, അപ്പോഴും ഗാന്ധിജി മാറിയിട്ടില്ല. സാധാരണ നമ്മുടെ ഇന്നത്തെ തലമുറയിലെ കുട്ടികളെ പോലെ തന്നെ കുറെ ഡ്രസ്സുകളൊക്കെ തയ്പ്പിച്ച് അതൊക്കെ കൊണ്ട് സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് വിദേശത്തേക്ക് പഠിക്കാൻ പോയത്. അത് കഴിഞ്ഞ് ജോലി കിട്ടിയത് എവിടെയായിരുന്നു? ദക്ഷിണാഫ്രിക്കയിലെ ജോലിക്ക് പോയപ്പോഴും ഗാന്ധിജി എന്താ ചെയ്യുന്നേ? കുർത്ത ധോത്തി പഹന്നെ ലഗി, കുർത്തിയും ധോത്തിയും പഹന, കുർത്ത ധോത്തി മുണ്ടും ഷർട്ട് ധരിക്കാൻ തുടങ്ങി. അവർ ഭാരതായി പാൻസും ഷർട്ടും ഒക്കെ ധരിക്കുകയാണ്. മുണ്ടും ഷർട്ടൊക്കെ ധരിച്ച എന്താ സംഭവിച്ചത്? പഹനിലകെ അവർ ഭാരതായിട്ടോ ഏക് ബാർ. ഇനി എങ്ങനെയാണ് ഡ്രസ്സും? അപ്പൊ ഇനിയാണ് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ. ഗാന്ധിജിയിലെ പതുക്കെയുള്ള മാറ്റം, ഇന്നത്തെ ഗാന്ധിയിലേക്കുള്ള മാറ്റം, ഇന്നത്തെ മനസ്സിൽ നമ്മുടെ മനസ്സിലുള്ള രൂപത്തിലേക്കുള്ള മാറ്റം എങ്ങനെയായിരുന്നു? ഗാന്ധിജി അന്നൊക്കെ നല്ല വെൽ ഡ്രസ്ഡ് ആയിരുന്നു. ജോലിക്ക് സൗത്ത് ആഫ്രിക്കയിലേക്ക് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയപ്പോ അപ്പോഴും നല്ല വെൽ ഡ്രസ്ഡ് ഒക്കെ തന്നെയായിരുന്നു. പക്ഷെ ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായി. ആ സംഭവമാണ് ഇനി നമ്മൾ പഠിക്കാനുള്ളത് കേട്ടോ. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള സംഭവം ഇതാണ്. ഏക് ബാർ മധുരേ ഗയേ ഭാഷൺ ദേനെ. എല്ലാവരും പഠിക്കാൻ പറഞ്ഞിട്ട് അത് പഠിച്ചതാണ്. നമ്മൾ നന്നായിട്ടത് പഠിക്കുക. ആ ഒരു പാരഗ്രാഫ് കേട്ടോ. എന്താണ് ആ സംഭവം? ആ സംഭവം എല്ലാവർക്കും പറയാൻ കിട്ടണം. ഏക് ദിൻ ക്യാ ഹുവാ മധുരേ ഗയേ. എന്തിനു വേണ്ടിയാ മധുരയിലേക്ക് പോയത്? ഭാഷൺ ദേന പ്രസംഗിക്കാൻ. അവിടെ ഒരു പ്രസംഗത്തിന് വേണ്ടി, അവിടെ ഒന്ന് പ്രസംഗിക്കാൻ വേണ്ടി ഗാന്ധിജി മധുരയിലേക്ക് പോകുകയായിരുന്നു. പോകുന്ന വഴിയിൽ വെച്ച് അവിടെ പോകുന്ന വഴിയില് അതിലൊരു ഔരത്തിനെ കണ്ടു. ഔരത്ത് ഒരു സ്ത്രീയെ കാണുകയാണ്. താലാബ് മേ അപ്നെ ധോത്തി ധോ രഹി थी. ആ സ്ത്രീ എന്താ ചെയ്യുന്നത്? താലാബ് കുളത്തിലെ അപ്നെ ധോത്തി ധോ രഹി. ഒരു സ്ത്രീ കുളത്തിലൊരു മുണ്ട് അവളുടെ തുണി അവൾ അലക്കുന്നു. ധോ രഹന ധോ അല
ധോത്തി മുണ്ട്. അവളുടെ മുണ്ട് ദോരഹീത്തി അലക്കുകയായിരുന്നു. ദോരഹീത്തി കേട്ടോ, അലക്കുക, ദോന അലക്കുക. അപ്പൊ എന്താ ഗാന്ധിജി കണ്ട സംഭവം എന്നോട് പറഞ്ഞേക്ക്. एक दिन मदुरै जाने, मदुरै क्यों गया? भाषण देने को, अले भाषण देने को मदुरै जाने के समय गांधी जी ने एक दृश्य देखा. क्या था दृश्य? നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു പുതിയ സംഭവം എന്നല്ല. ഒരു സ്ത്രീ കുളത്തിൽ നിന്ന് തുണി അലക്കുക അത്ര ബുദ്ധിമുട്ട്, അത്രയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണോ? അല്ല. പക്ഷെ ഇത് വളരെ പ്രശസ്തമായിരുന്നു. ഇതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. സാധാരണ ഒരു സ്ത്രീ നിന്ന് അലക്കുകയാണ്, നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പോകുന്ന വഴിയില് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കുളത്തിന്റെ അതിലൊക്കെ നടക്കുകയാണെങ്കിൽ കാണില്ലേ സ്ത്രീകൾ തുണികൾ അലക്കുന്നത്? കാണും, എല്ലാവരും കാണുന്ന കാര്യമാണ്. പക്ഷെ ഗാന്ധിജി കണ്ട ദൃശ്യം ഒത്തിരി വ്യത്യാസമായിരുന്നു. എന്തുകൊണ്ടാണ് നോക്കാം. അവിടുത്തെ സ്ത്രീ എന്താ ചെയ്യുന്നത്? അവൾ തുണി അലക്കായിരുന്നു, ശരിയാണ്. പക്ഷെ ആ തുണി അലക്കണയിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്ന്. എങ്ങനെയാണ് നോക്കാം. ആദി പഹൻതി, ഒരു മുണ്ട് അല്ലെങ്കിൽ ഒരു സാരി, എന്തായാലും അവൾ ധരിച്ചിരുന്ന ഒരു മുണ്ട്, ഒരു കഷ്ണം തുണി, അതിന്റെ പകുതി എടുത്ത് അവൾ ധരിച്ചിരുന്നു. അതിന്റെ ബാക്കി പകുതിയില്ലേ അത് അവൾ അലക്കുകയായിരുന്നു എന്ന്. ആദി പഹൻതി അവർ ബാക്കി ആദി ധോത്തി, അവരുടെ കയ്യിൽ മാറി എടുക്കാൻ വേറൊരു തുണിയില്ല. അതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അല്ലാണ്ട് അവൾ അലക്കുന്ന സ്റ്റൈലല്ല നോക്കിയത്. ഗാന്ധിജി പറയുന്നത് അവൾ പകുതി തുണി ഉടുത്തിട്ട് ബാക്കി പകുതി നീളത്തിലുണ്ടാവില്ലേ അത് അലക്കണം. അതിനുശേഷം പിന്നീട് കഴുകി കഴിഞ്ഞ വൃത്തിയാക്കി കഴിഞ്ഞ ആ കഷ്ണം തുണി പഹലിലേക്ക്, എന്നിട്ട് അതെടുത്ത് ധരിക്കുന്നു. എന്നിട്ട് ശേഷക്കോ ധോത്തി, ബാക്കി ധോത്തി, ബാക്കിയുള്ളത് കഴിഞ്ഞു. അപ്പൊ എന്താ പ്രത്യേകത? ഗാന്ധിജി ക്യാ ദേക്കാ? ഭാഷण देने के समय, भाषण देने को जाने के समय मदुरैയിൽ എന്തിനു വേണ്ടിട്ടാ പോയേ? ഒരു ഭാഷण देने को गया था, अले तब उसने क्या देखा? एक तालाब के पास क्या देखा? एक औरत, उसका അവൾ എന്താ ചെയ്യുന്നത്? അവള് ധോത്തി ദോരഹാത്ത, അവർ കൈസ ധോത്തി താ. അതാണ് നമുക്ക് പ്രത്യേകത. അവൾ എങ്ങനെയാ കഴിയുന്നത്? ആദി പകുതി പഹൻകർ പകുതി ധോത്താത്ത. और फिर അതിനുശേഷം ദുലി ഹുയി ആദിയിലെ ആ പകുതി, കഴുകിയ പകുതി പഹൻകർ ശേഷഭാവോ ധോത്തി തീ. അപ്പോ എന്താണ് ഗാന്ധിജി അവിടെ കണ്ടത്? ആ സ്ത്രീക്ക് വേറൊരു വസ്ത്രമില്ല. ആ ഇല്ലായ്മ, ദാരിദ്ര്യം, അതാണ് ഗാന്ധിജി ശ്രദ്ധിച്ചത്. ഉസ്കെ ഹാലത്ത് ദേക്കർ, അവരുടെ അവസ്ഥ കണ്ടിട്ട്, ഇത്രയും ദയനീയമായിട്ടുള്ള അവസ്ഥ. എന്തായാലും അവരുടെ അവസ്ഥയ്ക്ക് പ്രത്യേകത, മാറിയെടുക്കാൻ ഒരു വസ്ത്രമില്ലാത്ത ഒരവസ്ഥ, അല്ലെ? ഉസ്കെ ഹാലത്ത് ദേക്കർ ഗാന്ധിജി ബീദർ തക് ഹിൽ ഗയേ. ഗാന്ധിജിയുടെ ബീദർ ഉള്ളില്, എന്താ വെച്ചാ മനസ്സിന്റെ ഉള്ളില്, ഗാന്ധിജിയുടെ ഉള്ളില് വിറയ്ക്കാൻ തുടങ്ങി. ദുഃഖം കൊണ്ട്, സങ്കടം കൊണ്ട്, വിഷമം കൊണ്ട് ഗാന്ധിജിയുടെ ഉള്ളിൽ വിറച്ചു എന്ന്. ഉസി സമയം അപ്പൊ തന്നെ ഗാന്ധിജി ഒരു തീരുമാനം എടുത്തു. ഉൻഹോനെ ഫൈസല കർ ദിയാ കി, ഗാന്ധിജി ഒരു തീരുമാനം എടുക്കുകയാണ്. ക്യാ താ ഫൈസല, അത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഗാന്ധിജി ക്യാ ദൃശ്യതേക്കാ ശ്രദ്ധിക്കട്ടെ, മനസ്സിലുണ്ട്. ഗാന്ധിജി കഹാം ഗയാത്ത, എവിടേക്കാ പോയിരുന്നത്, അല്ലെ? തബ് ഉസ്നെ ക്യാ ദേക്കാ, എന്താ കണ്ടത്? തബ് ഉസ്നെ ക്യാ ഫൈസല ദിയാ, എന്താണ് തീരുമാനം എടുത്തത്? ഈ ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം കിട്ടിയാൽ നമുക്ക് ആ സംഭവം ശരിക്കും എഴുതാൻ കിട്ടും. ക്യാ ഫൈസല കിയാ, എന്താണ് ഗാന്ധിജി ഉസി വക്ത്, ആലോചിക്കാനൊന്നുമില്ല, പിറ്റേ ദിവസം ആലോചിക്കുന്നല്ല ചെയ്തേ. അപ്പോൾ ആ നിമിഷം ഗാന്ധിജി ഒരു തീരുമാനം എടുത്തു. എന്തായിരുന്നു തീരുമാനം നോക്കാം. उसकी हालत देखकर गांधी जी बीदर तक हिल गए और बस उसी समय उन्होंने फैसला कर लिया कि अब सिर्फ एक धोती ही पहनूंगा. എന്തായിരുന്നു ഗാന്ധിജി എടുത്ത തീരുമാനം? പഠിക്കാട്ടോ. क्या फैसला किया? उसने फैसला लिया कि എന്താ फैसला कर लिया? आपसे सिर्फ एक धोती ही पहनूंगा. ഇന്ന് മുതൽ, आपसे ഇപ്പൊ മുതൽ, നാളെന്നല്ല, ഇപ്പൊ മുതൽ ഞാൻ ഇനി എന്ത് ചെയ്യുള്ളൂ? ഏക് ധോത്തി ഹി പഹനൂങ്ക, ഒരു ധോത്തി മാത്രമേ ധരിക്കുള്ളൂ എന്ന്. ബാദ് മേ, ശേഷം ഗോലമേശ സമ്മേളനത്തിലെ ലണ്ടൻ ഗേ, അതിനുശേഷം അവൻ എന്ത് ചെയ്തു? ഗോലമേശ സമ്മേളനത്തിന് വേണ്ടി, എന്താ ഗോലമേശ സമ്മേളനം? വട്ടമേശ സമ്മേളനം കേട്ടോ. അപ്പൊ ഇത് രണ്ടാമത്തെ സംഭവമാണ് കേട്ടോ. ആദ്യത്തെ സംഭവം കഴിഞ്ഞ് ഓരോ സംഭവങ്ങളും പഠിക്കാട്ടോ, എങ്കിലാണ് നമുക്ക് ഇതിന്റെ സമ്മറി എഴുതാൻ കിട്ടുള്ളൂ.
അപ്പൊ ഫസ്റ്റ് സംഭവം ഏതാണ്? മധുരയിലെ ഭാഷൺ ദേനെ കോ ജാനെ കെ സമയം ഉസ്നെ ക്യാ ക്യാ ദേഖാ ക്യാ ഫൈസല കിയ, എന്തൊക്കെ കണ്ടു, എന്തൊക്കെ തീരുമാനം എടുത്തു. അതാണ് നമ്മൾ എഴുതേണ്ടത്. കിട്ടിയില്ലേ? ഇനി അടുത്തത് നമ്മളോട് പറയുന്നത് വേറൊരു സംഭവമാണ്. എന്താണ്? ഗാന്ധിജി ഗോലമേശ സമ്മേളനം के लिए ലണ്ടൻ गया. ലണ്ടനിലേക്ക് ഗോലമേശ സമ്മേളനം, വട്ടമേശ സമ്മേളനം. വട്ടമേശ സമ്മേളനത്തിന് ഭരണാധികാരികളെ വിളിക്കുമ്പോ അവരെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന്, ഭരണാധികാരികൾ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സമ്മേളനം നടത്തുന്നതിനെയാണ് നമ്മൾ വട്ടമേശ സമ്മേളനം. അല്ലെങ്കിൽ കളിക്കാനൊന്നും അല്ല പോണത്. വട്ടമേശ സമ്മേളനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഫീസേഴ്സ്, നമ്മുടെ ഭരണാധികാരികളെ എന്താണ് ചെയ്യുന്നത്? വട്ടമിരുന്ന് ഒരു മേശയ്ക്ക് ചുറ്റും, വട്ടത്തിലുള്ള മേശയ്ക്ക് ചുറ്റുമിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിലെ പ്രതിനിധീകരിച്ച് ആരാണ് പോയത്? മഹാത്മാഗാന്ധിയാണ് ലണ്ടനിലേക്ക് പോയത്. വഹാബ് കൂബ് സർദി പറ്റി, സർദി തണുപ്പ്, ലണ്ടനിൽ നല്ല തണുപ്പ്. നമ്മുടെ ഇന്ത്യയിലെ കാലാവസ്ഥയല്ല. ഇന്ത്യയിൽ ഈ ഒറ്റ മുണ്ടെടുത്ത് നടക്കുമ്പോൾ കുഴപ്പമൊന്നും തോന്നിയില്ല. പക്ഷെ ഇപ്പൊ ഗാന്ധിജി പോകുന്നത് ലണ്ടനിലേക്കാണ്. അതും വട്ടമേശ സമ്മേളനത്തിൽ, ഗോളമേശ സമ്മേളനത്തിലാണ് അല്ലെ. ഇതിന് പോകുന്ന സമയത്ത് ഗോൾമേശ സമ്മേളനത്തിൽ ലണ്ടന്റെ വഹാം തോ കൂബ് സർദി പടുത്തി ഹൈ. അവിടെ എന്തുണ്ടായിരുന്നു? കൂബ് സർദി, നല്ല തണുപ്പ്. तो वहां के बच्चे पूछते थे. അപ്പൊ കുട്ടികളെ അവിടെ ചെന്നപ്പോ ഗാന്ധിജിയും ഈ ഒറ്റമുണ്ട് എടുത്തിട്ടാണ് പോയിരിക്കുന്നത് അല്ലെ. അങ്ങനെ ചെന്നപ്പോ അവിടെയുള്ള കുട്ടികൾ കണ്ടപ്പോ, അവിടെയുള്ള എല്ലാവരും വെൽ ഡ്രസ്ഡ് ആണ്. ഓവറായിട്ട് അതിന്റെ മുകളിൽ കൂടെ ഇപ്പൊ ഡ്രസ് ഇട്ടു, അതിന്റെ മുകളിൽ കൂടെ ഓവർകോട്ട് ഇട്ടു. അങ്ങനെ തണുപ്പിനെ ദൂരീകരിക്കാൻ വേണ്ടി കുറെ ഡ്രസ് ഇടുന്ന സ്ഥലത്തേക്കാണ് ഗാന്ധിജി ഒരൊറ്റ മുണ്ടെടുത്ത് ചെന്നത്. അപ്പൊ അവിടെയുള്ള കുട്ടികളെ, സാധാരണ കുട്ടികൾ നിഷ്കളങ്കരാണ്, എന്ത് കണ്ടാലും പെട്ടെന്ന് ചോദ്യം ചോദിക്കും അല്ലെ. അപ്പൊ കുട്ടികൾ എവിടെയും ചോദിച്ചു ഗാന്ധിജിയോട്, ബാബാ തുമാരി പത്ലൂൺ കഹാം ഹേ, നിന്റെ പത്ലൂൺ എവിടെ? പത്ലൂൺ പാൻസ് എവിടെയാണ്? പാന്റ് ഇതെന്ത് ഇങ്ങനെ വന്നേക്കണേ? ഈ മുണ്ടെടുത്ത് വന്നേക്കണ പാന്റൊക്കെ എവിടെയാ? ഗാന്ധിജി ഉനിക്ക് കൊയ് ജവാബ് നഹീ ദേത്തെ. ജവാബ് ഒരു മറുപടിയും പറഞ്ഞില്ല. ആ കുട്ടികൾ ചോദിച്ച ചോദ്യത്തിന് ഗാന്ധിജി ഒരു മറുപടിയും പറഞ്ഞില്ല. ബസ് ഇത് മാത്രം ചെയ്തെന്താണ്? നമുക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? വലിയവരാ ചോദിക്കണമെങ്കിൽ നമ്മൾ ദേഷ്യത്തിൽ പോകും അല്ലെ. പക്ഷെ സാധാരണ കുട്ടികളാണ്, നമുക്ക് മറുപടി പറയാൻ ഇഷ്ടമില്ലെങ്കിൽ നമ്മളൊന്ന് ചിരിച്ചു കൊടുത്തോണ്ട് പോകും അല്ലെ. ഗാന്ധിജിയുടെ എന്ത് ചെയ്തു? ബസ് ഹസ്കർ ജാതി, ഒന്ന് ചിരിച്ചു കാണിച്ചിട്ട് കടന്നുപോയി എന്ന്. ലേക്കിൻ ഇനി അടുത്ത സംഭവം. അപ്പോ ലണ്ടനിലെ വട്ടമേശ സമ്മേളനത്തിന് പോയ കാര്യം പറഞ്ഞു അല്ലെ. കുട്ടികൾ അയാളോട് ചോദിച്ചു. കുട്ടികൾ ഗാന്ധിജിയോട് എന്താ ചോദിച്ചത്? ബാബാ തുമാരാ പത്ലൂൺ കഹാം ഹേ, പത്ലൂൺ എവിടെയാണ്? കഹാം ഗയി, എവിടെ പോയി? പാൻസ് എവിടെ പോയി? ഈ മുണ്ട് മാത്രം എടുത്തേക്കണം എന്താ ചോദിച്ചപ്പോ ഗാന്ധിജി ഹസ്ന, വെറും ചിരിച്ചുകൊണ്ട് മറുപടി പറയാം, വേറെ ഒന്നും മറുപടി പറഞ്ഞില്ല. ലേക്കിൻ ജബ് റാണി സെ മിൽനെ ഗയേ തോ, ഇനി അദ്ദേഹം എങ്ങോട്ട് പോവാണ്? ഒരു ദിവസം എന്താണ്? റാണീനെ കാണാൻ പോവാണ്. രാജ്ഞീനെ കാണാൻ പോകുന്ന സമയത്ത്, രാജ്ഞീനെ കാണാൻ എവിടേക്കാ പോവാ? കൊട്ടാരത്തിലേക്കാണ് പോകുന്നത്. കൊട്ടാരത്തിൽ സാധാരണ ഡ്രസ് ഒക്കെ ഇട്ട ആളുകളെ കേട്ടു, നല്ല വെൽ ഡ്രസ്ഡ് ഒക്കെയാണ്. അപ്പൊ റാണീനെ കാണാൻ പോയപ്പോ, लेकिन जब रानी से मिलने गए तो रानी के दरबार में, റാണിയുടെ ദർബാർ ആ കൊട്ടാരത്തിലെ ഐസെ ജാനാത്തോ, ഇങ്ങനെ പോവുക. എങ്ങനെ? ഈ ഒറ്റ മുണ്ടെടുത്ത് പോകുക എന്ന് പറഞ്ഞാൽ അദബ് കായിദയ്ക്ക് ഗിലാഫ്, അദബ് കായിദേ ആചാര മര്യാദകൾക്ക്, അവിടുത്തെ ആചാര മര്യാദകൾക്ക് ഗിലാഫ വിരുദ്ധമായിരുന്നു. ആചാര മര്യാദകൾക്ക് വിരുദ്ധമായിരുന്നു. കാരണം ഒരു കൊട്ടാരത്തിലേക്ക് രാജ്ഞീനെ കാണാൻ പോകുന്നെങ്കിൽ നന്നായിട്ട് ഡ്രസ് ഒക്കെ ഇട്ട് നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് ഒരു വ്യക്തിനെ കൊട്ടാരത്തിലേക്ക് കയറ്റി വിടുള്ളൂ അല്ലെ. പക്ഷെ ഗാന്ധിജി പോയത് വെറും ഈ ഒരു ഒറ്റ മുണ്ടെടുത്തിട്ട്. അപ്പൊ അന്നത്തെ ആചാര മര്യാദകൾക്കൊക്കെ എതിരായിട്ടാണ്, അതിന് വിരുദ്ധമായിട്ടാണ് ഗാന്ധിജി ഡ്രസ് ഇട്ടിരുന്നത്. തോ കിസിനെ പൂച്ച, അപ്പോഴും ആരോ ചോദിച്ചു ഗാന്ധിജിയോട്. ഗാന്ധിജി ഇങ്ങനെ കൊട്ടാരത്തിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ആരോ ഗാന്ധിജിയോട് ചോദിക്കുകയാണ്, ഇത്തിനെ കം കപ്പടേ ഇത്രയും കുറച്ച് ഡ്രസ് ഇട്ടിട്ട് മേ ദർബാറിനെ കൈസേ ജാവും, എങ്ങനെയാണ് ഈ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ല? ഇത്രയും കുറച്ച് വസ്ത്രം ഇട്ടിട്ട് എങ്ങനെയാണ് കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ല? തോ ബോലേ. പക്ഷെ അവർക്ക് ഗാന്ധിജി മറുപടി കൊടുത്തു. ആദ്യം ലണ്ടനിലേക്ക് പോയപ്പോ, ലണ്ടനിലെ വട്ടമേശ സമ്മേളനത്തിന്, ഗോൾമേശ സമ്മേളനത്തിന് പോയപ്പോ കുട്ടികൾ ഒരു ചോദ്യം ചോദിച്ചു, എവിടെ പോയി ഡ്രസ് എന്ന്. ഗാന്ധിജി മറുപടി പറഞ്ഞോ? ഇല്ല. കാരണം എന്താ?
ഗാന്ധിജി ചിരിച്ചുകൊണ്ട് തട്ടിവിടാണ്. കാരണം കുട്ടികളാണ്, അവരുടെ ആകാംക്ഷ കൊണ്ട് ചോദിക്കുന്ന ഗാന്ധിജി അവരോട് മറുപടി പറയില്ല. പക്ഷെ വീണ്ടും അടുത്ത സംഭവമാണ്, റാണീനെ കാണാൻ പോകുന്ന സമയത്ത് ആളുകൾ ചോദിച്ചു എന്നാ പറയുന്നത്. അപ്പൊ എന്തായാലും മുതിർന്നവരായിരിക്കും അല്ലെ. ആരോ മുതിർന്നവർ ആരോ ചോദിക്കുകയാണ്, എവിടെ പോയി തുണികള്, ഇത്രയും കുറച്ച് തുണിയിട്ട് കൊട്ടാരത്തിലേക്ക് പോകുന്നത് നല്ലതല്ലല്ലോ, അത് മോശമല്ലേ എന്ന്. तो किसी ने पूछा कि इतने कम कपड़ों में दरबार में कैसे जाऊंगी, എങ്ങനെ പോകും, ഇത്രയും കുറച്ച് ഡ്രസ് ഇട്ടിട്ട് എങ്ങനെ ദർബാറിലേക്ക്, എങ്ങനെ കൊട്ടാരത്തിലേക്ക് ചെല്ലുമെന്ന്. तो बोले, तो ഗാന്ധിജി बोले, അപ്പൊ ഗാന്ധിജി പറഞ്ഞു ഇങ്ങനെ. എങ്ങനെയാ പറഞ്ഞത്? ഫിക്കർ മത് കറോ, ഫിക്കർ മത് കറോ, ഫിക്കർ മത് കർന, പേടിക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട എന്ന്. തുമാരെ രാജാനെ, നിങ്ങളുടെ രാജാവ്, ഹം ദോനോ കെ ബരാബർ കപ്പടേ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും തുല്യമായിട്ടുള്ള കപ്പട, ഞങ്ങൾ രണ്ടുപേരും ധരിക്കേണ്ട കപ്പട അക്കേലാ ഹി, അക്കേലേ ഒറ്റയ്ക്ക്, അക്കേലേ ഹി പഹൻകെ ഹോങ്കി, നിങ്ങൾ പേടിക്കണ്ട. കാരണം എന്താണ്, നിങ്ങളുടെ രാജാവ്, ഞാൻ, എനിക്കും രാജാവും രണ്ടുപേർക്കുള്ള ഡ്രസ്സ് ഒരാൾ ധരിച്ചില്ല. എന്നുവെച്ചാ ഇവിടെ എന്താ ഹിന്റ് ചെയ്യുന്നത്, രാജാക്കന്മാര് കുറെ ഡ്രസ്സുകൾ, കുറെ കുറെ വസ്ത്രങ്ങളുടെ മുകളിൽ, അതിന്റെ മുകളിൽ കൂടെ, അതിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഇട്ടിട്ട് നടക്കില്ലേ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ രാജാവ് ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഡ്രസ്സ് ഇട്ടിട്ടുണ്ടാവും, അപ്പൊ പിന്നെ ഞാൻ ഡ്രസ്സ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല എന്ന്. हम दोनों के बराबर कपड़े अकेले ही पहन रखे होंगे, ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള കപ്പട നിങ്ങളുടെ രാജാവ് ധരിച്ചിട്ടുണ്ടാവും എന്ന്. അപ്പൊ ഈ പാരഗ്രാഫിൽ നമ്മളിപ്പോ എത്ര സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞു? ഗാന്ധിജി മധുരയിൽ പോണ കാര്യം കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിക്കണം. കാരണം ഗാന്ധിജി അന്നാണ് ഒരു തീരുമാനം, നമ്മുടെ ഗാന്ധിജിയുടെ മാറ്റങ്ങളാണ് പറയുന്നത് അല്ലെ. വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന ഗാന്ധിജി മാറി, എന്തെന്നാ क्या फैसला किया, अब से एक धोती ही पहन लूंगा, ഗാന്ധിജി തീരുമാനം എടുത്തു അല്ലെ. ഗാന്ധിജിക്ക് മനസ്സിലായി, എന്റെ നാട്ടിലെ എന്റെ ജനം വളരെ കഷ്ടപ്പെടുകയാണ്, ദാരിദ്ര്യത്തിൽ കഷ്ടപ്പെടുന്ന നമ്മുടെ രാജ്യത്ത് ഞാൻ മാത്രം ഇത്ര വസ്ത്രങ്ങൾ ഇട്ട് നടക്കാൻ പാടില്ല, എളിമ ലാളിത്യം എന്റെ ജീവിതത്തിൽ കൊണ്ടുവരണം, എന്റെ ജീവിതമാണ് നിങ്ങൾക്ക് സന്ദേശം, അപ്പൊ അതുകൊണ്ട് എന്റെ ജീവിതത്തിലൂടെ ഞാൻ കാണിച്ചു തരികയാണ്, ആവശ്യമില്ലാണ്ട് കുറെ വസ്ത്രം ധരിക്കണ്ട എന്ന് പറഞ്ഞ തീരുമാനമാണ് ഗാന്ധിജി എടുത്തത് അല്ലെ. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു, ലണ്ടനിലെ വട്ടമേശ സമ്മേളനത്തിന് ഗാന്ധിജി പോയി എന്ന് പറഞ്ഞു. വട്ടമേശ സമ്മേളനത്തിന് പോയ ഗാന്ധിജി, അവിടെ ഈ കുട്ടികൾ ചോദിച്ചു എന്താണ് വസ്ത്രങ്ങൾ ധരിക്കാത്തതെന്ന്. അതിനും ഗാന്ധിജി തീരുമാനമെടുത്തു. ഗാന്ധിജി അവരോട് ഒന്നും മറുപടി പറയുന്നില്ല. ഗാന്ധിജി എന്താണ്, ചിരിച്ചുകൊണ്ട് കടന്നു പോവുകയാണ് ചെയ്തത്. പിന്നെ വീണ്ടും കണ്ടത് ആരാണ്? റാണിയുടെ കൊട്ടാരത്തിലേക്ക് റാണീനെ കാണാൻ പോയപ്പോ അപ്പോഴും ആളുകൾ ചോദിച്ചു, എന്തേ വസ്ത്രം, എന്തേ ഇത്ര കുറച്ച് വസ്ത്രം ഇട്ട് പോകുന്നത്? ഗാന്ധിജി മറുപടി പറഞ്ഞത് എന്താണ്? മേരാ ഔർ തുമാരാ രാജാ കെ ലിയേ രാജാ ഹി പഹൻ ലൂംഗാ, ഹം ദോനോ കെ ലിയേ വസ്ത്ര, ഞങ്ങൾ രണ്ടുപേർക്കുള്ള വസ്ത്രം നിങ്ങളുടെ രാജാവ് ഒറ്റയ്ക്ക് ധരിച്ചിട്ടുണ്ടാവും, അപ്പൊ ഞാൻ വസ്ത്രം ധരിച്ചിട്ടില്ല എന്നുള്ള വിഷമൊന്നും വേണ്ട, അവിടെ തുണി ഉണ്ട്, അവിടെ ഡ്രസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്, അപ്പൊ ഞാൻ ഡ്രസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ഗാന്ധിജി മറുപടി പറയാണ്. അപ്പോ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ